ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വൺ ന്യൂ വീഡിയോ. സാസ് ഗാർഡൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യത്തിൽ ഇതൊരു റിക്വസ്റ്റ് വീഡിയോ ആണ്. എൻ്റെ എല്ലാ കസ്റ്റമറും ചോദിക്കാറുണ്ട് വാട്ടർ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന്. തീർച്ചയായിട്ടും നമ്മൾ നോർമൽ പൂച്ചെടികളിലൊക്കെ ഓരോ ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കാറില്ല ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാറില്ലെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ വാട്ടർ പ്ലാന്റിന് അത്യാവശ്യം ഒരു കെയർ എപ്പോഴും കൊടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ വാട്ടർ പ്ലാന്റ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതിൽ പുഴു ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഭയങ്കര പുഴുശല്യമാണ് ചിലപ്പോൾ വാട്ടർ പ്ലാന്റിൽ. അപ്പോൾ ഞാൻ ഏതാ ഫെർട്ടിലൈസറിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഇതാണ് DAP. DAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ 19-19-19. അപ്പം DAP നമ്മൾ ഇതുപോലെ ചെറിയ പേപ്പറിൽ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ചധികം ടബിലേക്ക് ഇന്ന് DAP അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചധികം ഇതുപോലെ പേപ്പറിൽ DAP ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ DAP ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ലോട്ടസിനാണെങ്കിൽ ആ ടബിൻ്റെ നടുക്ക് വശത്ത് വേണം നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ വെച്ച് കൊടുക്കാൻ വേണ്ടി കുറച്ച് ആഴത്തിലൊന്ന് കുഴിച്ച് വെച്ച് കൊടുക്കുക. ഒത്തിരി ആഴത്തിൽ വേണ്ട. ഇതിൻ്റെ റണ്ണറിൽ ഒന്നും മുട്ടാതെ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. പതുക്കെ അത് അതിനകത്തിരുന്ന് ഡൈലൂട്ട് ആയിക്കോളും. അപ്പം നമ്മൾ ലോട്ടസിൻ്റെ ടബിന് നടുക്ക് വശത്താണ് ഇത് വെച്ച് കൊടുക്കുന്നത്. വാട്ടർ ലില്ലിയുടെ ആണെങ്കിൽ ടബിന് സൈഡ് വശത്ത് വേണം വെച്ച് കൊടുക്കുക. കാരണം വാട്ടർ ലില്ലി പ്ലാന്റ് നമ്മൾ ആ ഒരു ടബിന് നടുക്ക് വശത്താണല്ലോ നട്ട് വെക്കുന്നത്. അപ്പോൾ സൈഡിൽ വേണം. അതായത് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേരിലും ഇതിൻ്റെ ലീവ്സിലും ഒന്നും ഇത് മുട്ടരുത്, തണ്ടിലും ഒന്നും മുട്ടരുത്. മുട്ടാതെ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാട്ടർ പ്ലാന്റിന് അതിനകത്ത് കിടക്കുന്ന ഈ അഴുകിയ ഇലകൾ, ഉണങ്ങിയ ഇലകൾ, പഴുത്ത ഇലകൾ, പൂക്കൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊഴിഞ്ഞെടുക്കില്ലേ, അതൊക്കെ നമ്മളൊന്ന് പറിച്ച് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ അത് അതിനകത്ത് കിടന്ന് ചീഞ്ഞ് ഈ വെള്ളത്തിനൊക്കെ ഒരു പച്ച നിറം വന്ന് വെള്ളം ഒട്ടും കൊള്ളില്ലാതെ വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ടബിന് വൃത്തിയായിട്ട് നല്ല ക്ലീൻ വാട്ടറായിട്ട് സൂക്ഷിക്കുക. ഇടയ്ക്ക് ഇങ്ങനെ ഈ കളറൊക്കെ ചേഞ്ചൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഓവർഫ്ലോ ചെയ്ത് കളയുക. അതുപോലെ ഗപ്പീസിന് എപ്പോഴും ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കൊതുക് ശല്യം വളരെ രൂക്ഷമായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്നും കൂടെ നോക്കിയുള്ള നമ്മൾ ലോട്ടസിൻ്റെ ആണെങ്കിൽ ടബിന് നടുക്ക് വശത്തും വാട്ടർ ലില്ലിയുടെ ആണെങ്കിൽ ടബിൻ്റെ സൈഡ് വശത്തും വെച്ച് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.